നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി തലടിച്ച് തകർത്തു. അയൽവാസികളായ 2 പേർ പിടിയിൽ. ഡൽഹി നരേല മേഖലയിലാണ് ക്രൂരകൃത്യം നടന്നത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് പെൺകുട്ടിയെ കാണാതാകുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം തല തകർത്ത നിലയിലായിരുന്നു. ബലാത്സംഗത്തിന് ശേഷം കുട്ടിയെ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയതായിരുന്നു എന്നാണ് നിഗമനം. ഭോപ്പാലിൽ വർഗീയ പ്രക്ഷോഭങ്ങൾ തുടരുന്നു. 2 വീടുകൾ കൂടി തകർത്തു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബീഫ് കൈവശം വെച്ച മുസ്ലിമുകളുടെ വീടുകൾ BJP സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 2 വീടുകളാണ് തകർത്തത്. മൊരീന ജില്ലയിൽ നിന്നുള്ള അസ്ഗർ, റിതുവ എന്നിവരുടെ വീടുകളാണ് ജില്ലാ ഭരണകൂടം പുതുതായി പൊളിച്ചത്. നൂറാബാദ് ഗ്രാമത്തിലെ ബംഗാളി കോളനിയിൽ നിന്നുള്ള ഇവരുടെ വീടുകൾ ബുൾഡോസർ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെങ്ങും പ്രചരിക്കുന്നു. ബീഫ് കൈവശം വെച്ചതിന് നേരത്തെ 2 പേർക്കുമെതിരെ ദേശസുരക്ഷാ നിയമം ചുമത്തി കേസെടുത്തിരുന്നു. പശുവിനെ അറുത്തതായുള്ള ബജ്രംഗിന്റെ പരാതിയിലാണ് പോലീസ് നടപടി. 2 യുവാക്കളെ കൂടാതെ ബീഫ് സൂക്ഷിച്ച വീട്ടിലെ 2 സ്ത്രീകളെയും അറസ്റ്റിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് അക്രമാസക്തരായ ഹിന്ദുത്വ ആൾക്കൂട്ടം റോഡിലിറങ്ങുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഗോഹത്യ തടയൽ നിയമപ്രകാരം ഇതുവരെ 9 പേർക്കെതിരെ കേസെടുത്തു. 2023 മാത്രം കേരളം വിട്ടത് 2.5 ലക്ഷം വിദ്യാർത്ഥികൾ. മുന്നിൽ എറണാകുളം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി വിദേശത്തേക്ക് പറക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം പ്രതിവർഷം റോക്കറ്റ് വേഗതയിലാണ് കുതിക്കുന്നത്. ഉയർന്ന ശമ്പളമുള്ള ജോലിയും മികച്ച വിദ്യാഭ്യാസവുമൊക്കെയാണ് പലരെയും വിദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ. കഴിഞ്ഞ വർഷം മാത്രം വിദ്യാഭ്യാസത്തിനായി കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് 2.5 വർഷം വിദ്യാർത്ഥികളാണ്. 2018 1,29,763 പേർ കേരളം വിട്ട സാഹചര്യത്തിലാണ് 5 വർഷങ്ങൾക്ക് ശേഷം കണക്കുകൾ ഇരട്ടിയിലധികമായത്. നീറ്റ് പരീക്ഷാ വിവാദം. പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും CBI അറസ്റ്റ് ചെയ്തു. നീറ്റ് UGC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന കേസിൽ 2 പേരുടെ അറസ്റ്റ് കൂടി CBI രേഖപ്പെടുത്തി. ജാർഖണ്ഡിൽ പരീക്ഷ നടന്ന ഹസരിബാഗ് കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ ഹസനുൽ ഹക്ക്, വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് ആലം എന്നിവരെയാണ് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത്. മെയ് 5 ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു ഹസനുൽ ഹക്ക്. ഈ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും അതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റെന്നും CBI ഉദ്യോഗസ്ഥർ അറിയിച്ചു. 6 യൂറോപ്യൻ രാജ്യങ്ങളിൽ മോഷണം ഉയർന്ന നിരക്കിൽ. സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുമായി UAE. 6 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി UAE വിദേശകാര്യ മന്ത്രാലയം. സ്പെയിന്, ജോർജിയ, ഇറ്റലി, UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. നിരവധി മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് UAEയുടെ മുൻകരുതൽ. മറ്റു വാർത്തകളുമായി പിന്നൊരിക്കൽ കാണാം. നന്ദി, നമസ്കാരം.